അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ മണി മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കാർ വിൽക്കണം നമ്മൾ നോക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഒരു കാറാണ് ഗൈസ്. ഓരോരോ കാറായിട്ട് നോക്കുകയാണ് ഗൈസ്. സെൽ ചെയ്യാൻ പറ്റിയൊരു കാർ ഉണ്ടെങ്കിൽ നമ്മൾ സെൽ ചെയ്യും. നമ്മൾ കാർ ഇതിലിപ്പോൾ കാണുന്നതിന് ശേഷം നമുക്ക് ഓരോരോ കാറായിട്ട് നോക്കാം. ഞാൻ സെല് ചെയ്യാത്തൊരു കാറാണ് ഗൈസ്. ഇത് എൻ്റെ ഐഡൻറ്റിറ്റി കാറാണ് ഗൈസ്. നമ്മൾ സെല് ചെയ്യാത്തത് ഇതൊരു ഗ്ലിച്ച് കാറല്ല, ഗ്ലിച്ച് മൈലേജ് ആണ് ഗൈസ്. അതായത് ഇതിൻ്റെ മൈലേജ് ഗ്ലിച്ചാണ്. അതാണ് എനിക്ക് പ്രത്യേക ഗ്ലിച്ച് കാറൊന്നുമല്ല. പിന്നെ ഇത് ഞാനായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. സിമ്പിൾ വർക്കായിട്ട് വെറുതെ ഉണ്ടാക്കുക. ഇത് നമ്മുടെ കയ്യിലുള്ള ഡോഡ്ജാണ്. സൈഡിലൊരു സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഇതെൻ്റെ നമ്മുടെ പോളോ. ഇത് X7. ഡോഡ്ജ് ഒന്നും ചെയ്തിട്ടില്ല ഗൈസ്. ഇതൊന്നും ചെയ്തിട്ടില്ല. M2 ഉണ്ട് ഗൈസ്. M2 നമ്മളങ്ങനെ ക്ലീൻ സ്പെക്കാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയതാണ്. ജസ്റ്റ് മാഫിയ വണ്ടിയാണ്. ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ ഓടിക്കാനൊക്കെ. പക്ഷേ ഈ വണ്ടിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ആണ് ഗൈസ്. ഓടക്കുഴൽ ഇട്ട മാതിരിയാണ് ഗൈസ് ഇതിൻ്റെ എക്സോസ്റ്റ്. അപ്പോൾ എനിക്കത് തീരെ ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ കയ്യിൽ വരുന്ന ഈ റേഞ്ച് റോവറാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബെൻസ്. പിന്നെ ഈ ഒരു ഇതുണ്ട്, എൻ്റെ പേരെന്തായിരുന്നു, മസ്താങ്ക്. പിന്നെ ഈ ഒരു മലബാറി. പിന്നെ അതാ ഈ ഒരു വരുന്നുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു, LCS ലാൻഡ് ക്രൂസറാണ്. ഈ പോർഷെ. ഇതിൽ സെല് ചെയ്യാൻ പറ്റിയൊരു കാറാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഇതൊന്നും സെല് ചെയ്യണ്ട ഗൈസ്. ഇതും വേണ്ട, ഇത് വേണ്ട. ഇത് സെല് ചെയ്താലോ എന്നുണ്ട്, കിട്ടില്ല. എല്ലാവരും വിചാരിക്കുന്നത് ബാറ്റ്സ് എഡിഷൻ ആണെന്ന്. പക്ഷേ എനിക്കറിയുന്ന മാതിരി സ്ക്രിപ്റ്റിംഗ് എഡിഷനിലാണ് ഗസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു കാറുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഒരു കാർ സെല് ചെയ്യണം, കാരണം എൻ്റെ ഒരു പൈസ ഇല്ല. അതുകൊണ്ടാണ് ഇതാണ് സെല് ചെയ്താലോ ബസ്. വലിയ ആർക്കും ഇഷ്ടമല്ല വണ്ടി. സെല് ചെയ്യാണ്ട് വേറെ നിർത്തി ഞാൻ കാണുന്നില്ല. സെല് ചെയ്ത് നോക്കാം ഗൈസ്. ആൾക്കാർ വാങ്ങുമെന്ന് അറിയില്ല. അത് നമുക്ക് സെല് ചെയ്യാം. ഒരു പരീക്ഷണമല്ലേ ഗൈസ്. ഒരു ചലഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ചലഞ്ച് വന്നത്. നമുക്ക് ഇന്ത്യൻ സെർവറിൽ തന്നെ കയറണം, അതാണ് ബെസ്റ്റ്. ഞാൻ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ സെർവറാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് 50 മില്യൺ ഞാൻ വിചാരിച്ചു. പക്ഷെ അത്രയും കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു മിനിമം ഒരു 30 മില്യണെങ്കിലും നമുക്ക് ഈ കാർ ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ്, വീഡിയോ കാണുന്നവർ ഇത് ലോഡാവുന്ന നേരം കൊണ്ട് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഗൈസ് നമ്മൾ ഗെയിമിൽ നോക്കുന്നുണ്ട്. ചെറിയ ലാഗ് ഉണ്ട്. കാർ ഗൈസ് ലീവ് കിട്ടിയിട്ട് ഫസ്റ്റ് ട്രൈ ചെയ്താണ് ചെറിയ കാർ ഓടിച്ചു. ചെറിയ ലാഗ് ഉണ്ടാവും. ഇന്റീരിയർ ഞാൻ നോക്കില്ല ഗൈസ്. ഇന്റീരിയർ നോക്കാം ഗൈസ്. ഇന്റീരിയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ വലിയ കുഴപ്പമില്ലാത്ത ഗൈസ്. എൻ്റെ ബസ്സായതാണത്. നമ്മൾ എന്തായാലും പോയിട്ട് കാരണം ഞാൻ ആംഗിൾ കൂട്ടി വെച്ചുകൊണ്ട് പെട്ടെന്ന് തിരിയാൻ ചെറുതായിട്ട് തിരിയുന്നതിന് വേണ്ടി നമ്മൾ തിരിയും. 3:20 കിട്ടും. ആൾക്കാർ വാങ്ങുന്നതാണ് ഒരു ചാലഞ്ച്. പൈസ അതൊക്കെ വിലക്ക് ഇട്ട് പോയാൽ ലാഭമാണ്. കാരണം ഞാൻ വാങ്ങിച്ച് അതിന് വില കുറവില്ല. അപ്പോൾ അത് ആരെങ്കിലും ഒന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ ഈ കാറൊക്കെ 20 മില്യണൊക്കെ. ഇവൻ ഏതാണോ അതിൻ്റെ അലവ് കൊള്ളാതെ എല്ലോ രസം കാണാം. നമ്മുടെ കാറാരും വാങ്ങുന്നില്ല ഗൈസ്. കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ആരെങ്കിലും വന്നേലും
ഇയാൾ വന്നിട്ട് അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പ്ലീസ് ബൈ എന്ന് ചോദിച്ചോ ഗൈസ്. എവിടെയും ചോദിച്ചിട്ടുണ്ട് പ്ലീസ് ബൈ എന്ന്. ഇയാൾ വാങ്ങുക. സോണയുടെ റൂട്ട് കളഞ്ഞു. മീൻസ് എൻ്റെ റൂഫൊക്കെ തുറക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഒരു ടൊറാഡോ കറക്റ്റ് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ എല്ലാ സ്റ്റിക്കറിട്ട് നീക്കിയതാണ്. അല്ലാണ്ട് ഒരു ഡിസൈനില്ല. അടിപൊളിയായിരുന്നു. അതാണ് ചേച്ചി എൻ്റെ അഭിപ്രായം. അങ്ങനെ പിന്നെ ഇന്ത്യ സെർവറിലൊരു പ്രോബ്ലം വേറെ എന്താണെന്ന് വെച്ചാൽ ആർക്കും ഈ വണ്ടി അധികം അറിയില്ല. സ്കോഡ കുഷാക്ക് വന്നോ ഇതിൻ്റെ ഇതുള്ളൂ. വേറെ നോക്കില്ല ഗസ്. നമുക്കൊന്ന് കയറി നോക്കാം. സെറ്റായ അത് കിട്ടി. അടിപൊളിയായി. കുഷാക്കൊക്കെ അടിപൊളി വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർ പറഞ്ഞത് അടിപൊളി വണ്ടിയാണ്. ഗൈസ് നമുക്ക് വേറെ സ്കൂഡ കുഷാക്ക് ഇതുവരെ കണ്ടല്ലോ ഗൈസ്. നോക്കാം. ന്യൂല് നോക്കിയാൽ മതി ഗൈസ്. ഗൈസ് വന്നിട്ടുണ്ട് സ്കോഡ കുഷാക്ക്. റേറ്റ് 19 ലക്ഷമാണ് ഗൈസ്. പിന്നെ എനിക്ക് ഈ ഗെയിമിൽ ഇപ്പോൾ പുതിയത് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ്. ഇത് ഞാൻ വാങ്ങുന്നുണ്ട് ഗൈസ്. അധികം വഴുകാണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ കറോഡുവാർ സെർവറിൽ ആഫ്രിക്കൻ സെർവറിൽ കയറിയേക്കാം ഗൈസ്. കാരണം അതിൻ്റെ റേറ്റ് വന്നിട്ട് 1500 കോയിൻസ് സംതിങ് ആണ്. അതുകൊണ്ട് ഒന്ന് സെല് ചെയ്യാം. ഇത് കിട്ടുന്ന നേരം കൊണ്ട് എല്ലാവരും വീഡിയോസ് ലൈക്ക് ആൻഡ് സബ് ചെയ്യാം. അപ്പൊ ഗൈസ് കളി തുടങ്ങിയതാണെങ്കിൽ നമ്മുടെ ഇന്ന് ലേറ്റ് ആയി തോന്നുന്നു. ചാർജർ എടുക്കാൻ പോയതാണ് ഗൈസ്. ഫോൺ ടാബിന്റെ ചാർജ് കഴിഞ്ഞു. ചാർജ് ഇല്ലാണ്ട് കളിക്കാൻ പറ്റില്ല. ചാർജർ എടുക്കാൻ പോയതാണ് ഗൈസ്. സ്റ്റക്ക് ആയതൊന്നുമല്ല. പറഞ്ഞില്ല ഇതിന്റെ പോയിന്റ് നല്ല തട്ടി കഴിച്ച് ഇനി തട്ടത് സെല്ലാണെന്ന് പറ്റിയില്ല. ഓ ബിൽഡ് ക്വാളിറ്റി പക്കാ ലെവൽ. ഇവിടെ ഞാനത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ടയർ ഓൾറെഡി ഇതിൻ്റെ സൈസാണ്. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മളോട് അതിൻ്റെ കാറുകൾ 3 മില്യൺ ഇരിക്കുകയാണ്. വാങ്ങുന്നവർ വാങ്ങുന്നത് അത്യാവശ്യം ഇതിൻ്റെ റൂട്ടൊന്നും തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഗ്ലാസ് ചെയ്തിട്ട് വണ്ടികളൊന്നും കാണാത്തത്. ഇത് തുറക്കേണ്ടതാണ്. എല്ലാവരും വന്ന് നോക്കണം.
ഏതൊരു പഞ്ഞം കണ്ടിച്ചു. ഇതിലൊരു മാൻ വണ്ടിൻ്റെ ഓടിക്കുക ഒന്നുകൂടി ഓക്കെ ഇതിനോട് ഇതിനോട് ശരിയായി റോഡിൽ ആരും വാങ്ങണില്ല കൊടുക്കാം. വേറെ വണ്ടി ഉണ്ടോ ഞാൻ കാരണം ഭയങ്കര ലാഭമാണ്. കാരണം ഈ പാട്ട് വണ്ടി ആർക്കും വേണ്ടേനും നിങ്ങൾ ഇന്ത്യയിൽ വേറെ വണ്ടി ഇതൊന്നും സെല് ചെയ്യാൻ പറ്റില്ല. ഞാനൊന്നും ചെയ്യാണ്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാണ്ട് എടുക്കാൻ മടി ആയിട്ടാണെന്ന് ആരും പറയരുത്. അത് കേൾക്കാനുള്ള ശേഷി എനിക്കില്ല. എന്തായാലും എടുത്തിട്ടുണ്ട്. അവരുടെ പേര് ഞാൻ വാരിയർ എന്നാണ് വിളിച്ചിട്ടുള്ളത്. റോഡ് ടു 100 സബാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പറ്റുന്ന മതി എല്ലാവരോടും നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണം. ഞാൻ ഇതും കൂടി ഈ അറ്റംപ്റ്റും കൂടി നോക്കും. കാരണം ഇനിയും ഇട്ട വീഡിയോന് ലെങ്ത് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ നമ്മൾ വല്ലാണ്ട് നോക്കുന്നില്ല. ഇതും കൂടി ഉള്ളൂ. ഇതും കൂടി ശരിയാവാണോ നോക്കാം. റഷ്യൻ സെർവർ എല്ലാവരും പറയുന്നത് മണി മേക്കിങ്ങിന് ബെസ്റ്റ് ആണെന്നാണ്. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ആൾക്കാർ പറയുന്ന വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. നിങ്ങളുടെ ID കമന്റ് ബോക്സിൽ പറയുക. നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാവുന്നതാണ്. ഏതെങ്കിലും കാറൊക്കെ എക്സ്ചേഞ്ചിനോ സെയിലിനൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു കാർ കളക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വേറൊന്ന് നാളെ ആയിട്ട് വരും കാർ കളക്ഷൻ വീഡിയോ എൻ്റെ. നമുക്ക് നോക്കാം ഗൈസ്. കളക്ഷൻ വീഡിയോ ഇട്ടാൽ ശരിയാകും എന്ന് തോന്നുന്നു. ഇത് ലോഡാവുന്നില്ല ഗൈസ്. ഈ സെർവറിൽ ആൾക്കാർ ഭയങ്കര കൂടുതലാണ്. വല്ലാണ്ട് കയറുന്നില്ല. ഈ വണ്ടിയാണ് ഈ വാരിയറിന് ഈ വണ്ടിയാണ് അടുത്തത്. ഈ വണ്ടിയാണ് കട്ടത് വരുന്നില്ല. ലോഡായി വരുന്നു. പിന്നെ ആർക്കെങ്കിലും വല്ല സ്പെഷ്യൽ കണ്ടന്റ് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നമുക്കതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിപ്പോൾ കുറച്ചായിട്ട് ഡൗൺ ആയിരുന്നു. വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല. ഞാൻ ചോദിച്ചിടാൻ പറ്റും. ആൾക്കാർ കുറച്ച് വെറൈറ്റി തോന്നിട്ടുണ്ട്. വണ്ടിക്ക് മനസ്സിലറിയുന്നത് പിന്നെ ബസ് സർവീസ് കയറുന്നതിൽ നല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ കാരണം നേരത്തെ പല തമ്മാടിത്തരങ്ങളും കാണിച്ചു. ഇവിടെ അതിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനപ്പുറത്തെ പല കാണില്ലേ. ഇവിടെ ഇങ്ങനെ സ്ഥലമുണ്ട് തീർച്ചയായും കാണില്ല. അതിനൊക്കെ പറ്റുന്നുള്ളവർ മാത്രം ലക്ഷ്യം സർവർക്ക് തരും. അല്ലാത്തവർ കയറുന്നത് ഞാൻ നിർബന്ധിക്കുന്നതും ഇല്ല. കാരണം അത്ര മുറിച്ച് കിട്ടുന്ന സെർവറാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വരും കുട്ടികളൊക്കെ. പ്രശ്നമാണ്. യേശുവിനെ നമുക്ക് ബാൻ ചെയ്താലും. എൻ്റെ പേരെന്താ
പേര് പറയുന്നത് തന്നെയാണ് നമ്മുടെ കാർ സെല്ലായില്ലെങ്കിലും സെയിൽ ആക്കുന്നില്ല ആരും വേണ്ട എന്ന് വാങ്ങും ചേട്ടാ ചേട്ടാ വാങ്ങുക ചേട്ടാ സുറുക്കിങ്ങനെ പറയാൻ പറ്റില്ല ചേട്ടാ വണ്ടി തുറന്നിട്ടുണ്ട് നിസ്സാരം വാങ്ങുന്നില്ല വീഡിയോയിൽ എനിക്ക് പറ്റണമല്ലോ നമ്മൾ തന്നെ തരാം നിസ്സാരം കഴിയുന്നില്ലേ ഇതെല്ലാം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം എല്ലാവരും ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്. താങ്ക് യു.